ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അഭികല. യഥാർത്ഥ പേരല്ല, എങ്കിലും മാഡത്തിന് എന്നെ കല എന്ന് വിളിക്കാം. ഞാൻ ആലപ്പുഴയിലാണ് ജനിച്ചത്. 10 വയസ്സ് വരെ അവിടെ വളർന്നു. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും 1 വർഷത്തിന് ഗ്യാപ്പിൽ നഷ്ടപ്പെട്ടു മാഡം. അസുഖമായിരുന്നു 2 പേർക്കും. അങ്ങനെ എന്നെ അമ്മയുടെ ചേട്ടത്തിയാണ് വളർത്തിയത്. അവർക്ക് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനവിടെ ചെല്ലുമ്പോൾ ആ മകൻ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അമ്മയുടെ ചേച്ചി ഒരു ശരിയല്ലാത്ത സ്ത്രീയായിരുന്നു. അവരുടെ ബിസിനസ് വേറെയായിരുന്നു മാഡം. മകനത് മനസ്സിലായി. അയാൾക്കന്ന് 10-17 വയസ്സുണ്ട്. നാണക്കേട് മൂലം അയാൾ ഒളിച്ചോടി എങ്ങോ പോയതാണ്. പിന്നെ ഭർത്താവുമില്ല. എന്നും ഓരോ ഭർത്താക്കന്മാരല്ലേ. പക്ഷേ പുള്ളിക്കാരി ഒരു നല്ലവളാണെന്ന് ഞാൻ പറയും. കാരണം എന്നെ അതിലൊന്നും വലിച്ചിഴച്ചില്ല. ഒറ്റൊരാണ് പോലും ഈ വീട്ടിലേക്ക് വരികയില്ല. എറണാകുളത്ത് ഏതോ കമ്പനിയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇറങ്ങും. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും വരിക. അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നെ വളർത്താൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്നെ മുഖം കറുത്ത് ഒന്നും പറഞ്ഞിട്ടുമില്ല. അവിടെ എനിക്ക് സുഖസൗകര്യങ്ങളായിരുന്നു. പക്ഷേ അവർ പോയി കഴിയുമ്പോൾ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങൾ എന്നോടൊന്ന് പറയും, നിന്റെ വല്യമ്മയില്ലേ, അവൾ ഇതിനൊക്കെ നടക്കുന്നവളാണ്, എന്നാണെന്നറിയില്ല, ചിലപ്പോൾ നിനക്കും ബാഗും തൂക്കി പിടിച്ച് പോകേണ്ടി വരുമെന്നൊക്കെ പറയും. ഞാനതൊക്കെ വല്യമ്മ വരുമ്പോൾ പറയും. അപ്പോൾ പുള്ളിക്കാരി പറയും, അതൊക്കെ അസൂയ കൊണ്ട് പറയുന്നതാണ്, നമ്മളെയൊക്കെ കാണാൻ കൊള്ളാം, നിന്റെ അമ്മയും കാണാൻ കൊള്ളാമായിരുന്നു, പക്ഷേ അവൾ അകാലത്തിൽ പോയി. നീയും ഇപ്പോൾ സുന്ദരിയാണ്, വളർന്നു വരുമ്പോൾ അതിലും സുന്ദരിയാകും. ആണുങ്ങൾ വട്ടമിട്ട് പറക്കും. അപ്പോൾ അബദ്ധമുണ്ടാകാതെ എങ്ങനെ ജീവിക്കാമെന്ന് പിന്നീട് വല്യമ്മ പറഞ്ഞു തരാം. അല്ലാതെ അയൽ വീട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യം നീ കേൾക്കരുത്. ആണുങ്ങൾ എടുത്തിട്ട് അടിക്കും. അതും കൊണ്ടുകൊണ്ട് അവന്മാർക്ക് വെച്ച് വിളമ്പി ജീവിക്കുന്ന ചില ആളുകളാണവർ എന്ന് പറഞ്ഞ് വല്യമ്മ ആട്ടിത്തുപ്പും. പക്ഷേ വളരും തോറും വല്യമ്മയുടെ സ്വഭാവം കുറച്ചുകൂടി സോഫ്റ്റ് ആയതേ ഉള്ളൂ. അവരെനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അതുമാത്രമല്ല, സൗന്ദര്യവും അവർക്ക് വർദ്ധിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് പ്രായമായിട്ടും അവർക്ക് ഡിമാൻഡ് ഒട്ടും കുറഞ്ഞില്ല. എപ്പോഴും ബിസിയായിരുന്നു. കോളേജിൽ പഠിക്കാൻ നേരത്ത് എന്നോട് വല്യമ്മ പറഞ്ഞതൊരു കാര്യമേ ഉള്ളൂ, എടി, ആരെയും പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച് നീ വരരുത്, നിന്റെ ജീവിതം കുളമാകുമെന്ന് പറയും. ഞാനതൊന്നും കേട്ടില്ല മാഡം. എനിക്കാണെങ്കിൽ PGക്ക് പഠിക്കുമ്പോൾ ഒരാളോട് വലിയ ഇഷ്ടം. കോളേജിലെ എല്ലാ പിള്ളേർക്കും അവനെ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ അവനെ ട്രൈ ചെയ്തപ്പോഴേ പ്രേമമാണെന്ന് പറഞ്ഞപ്പോഴേ അവനും തിരിച്ചു പറഞ്ഞു. അപ്പം പിന്നെ അവൻ്റെ കൂടെ ജീവിക്കണ്ടേ, അവനിൽ അലിഞ്ഞു ചേരണ്ടേ. എനിക്ക് പൊറുതിയില്ല. ഞാൻ വല്യമ്മയോട് പറഞ്ഞപ്പോൾ വല്യമ്മ 100 വട്ടം പറഞ്ഞു, ശരിയാകില്ല, അവൻ നല്ലൊരാണാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാണാൻ സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് ആണത്വം ഉണ്ടാകണമെന്നില്ല, നിന്നെ സംരക്ഷിക്കില്ല, സ്നേഹിക്കില്ല എന്നൊക്കെ പറഞ്ഞു മാഡം. പക്ഷേ മതം പൊട്ടി നിൽക്കുന്ന മതയാനകളോട് എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ? അവർ പൊട്ടും വരെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞതുപോലെ ഞാനും വല്യമ്മയോട് വാശി പിടിച്ചു. അങ്ങനെ അവരുടെ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു. എങ്കിലും 25-ാമത്തെ വയസ്സിൽ ആ വിവാഹം നടന്നു. സാമ്പത്തികമായി നല്ല നിലയിലായതുകൊണ്ട് ഞങ്ങളെ അവർ അംഗീകരിച്ചില്ല. ഞാനും വല്യമ്മയും അയാളുമെല്ലാം ഒന്നു ചേർന്ന് താമസം. ഇതിനിടയ്ക്ക് ഞാൻ ഗർഭിണിയായി മാഡം. അപ്പോഴേക്കും അയാൾക്ക് എന്നോട് താല്പര്യം കുറയാൻ തുടങ്ങി. പുള്ളിക്കാരൻ പിന്നീട് പലപ്പോഴും മാത്രമേ വീട്ടിൽ വരികയുള്ളൂ. ജോലി തേടി പോവുകയാണെന്നാണ് പറഞ്ഞത്. അവസാനം 3 മാസത്തിന് മുമ്പ് തന്നെ എൻ്റെ വല്യമ്മയ്ക്ക് കാര്യം മനസ്സിലായി. എടി, ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ തൊട്ടിലാട്ടാം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും 3 വർഷം മാത്രമേ എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അയാൾ എന്നെ വെറുത്ത് പോയി മാഡം. എവിടെയാണെന്ന് പോലും അറിയില്ല. ഗർഭിണിയായി ഞാൻ ഒത്തിരി ദുഃഖിച്ചു മാഡം. വല്യമ്മേനോട് പറഞ്ഞു, കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഇത് നമുക്ക് വേണ്ട, ഒഴിവാക്കാവുന്ന. അങ്ങനെ വല്യമ്മയുടെ നിർബന്ധം മൂലം അത് ഒഴിവാക്കി. പിന്നീട് വല്യമ്മേനോട് പറഞ്ഞു, നീ നല്ലൊരു ജോലി കണ്ടെത്തണം, എന്നെപ്പോലെ ആകരുത്, എൻ്റെ വഴി നിനക്ക് പറ്റില്ല, അതുകൊണ്ട് നീ ജോലി തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുറെ തിരഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ല. അവസാനമായപ്പോൾ വല്യമ്മ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു വട്ടം മാത്രം നീ ഒന്ന് സഹകരിക്കണം. നമ്മുടെ ഒരു നേതാവാണ്, പുള്ളി തൽപര കക്ഷിയാണ്. പക്ഷേ നീ പ്രേമിച്ചതാണെന്നോ കല്യാണം കഴിച്ചതാണെന്നോ ഇങ്ങനെയൊക്കെ ഉണ്ടായതാണെന്നോ മിണ്ടരുത്. നിന്റെ കല്യാണം സാമ്പത്തികമില്ലാത്തത് കൊണ്ട് തള്ളി മുന്നോട്ട് പോകുന്നു. അങ്ങനെ പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണാണ് നീ. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. അങ്ങേർക്കിഷ്ടം അങ്ങനെയുള്ള പെണ്ണുങ്ങളെയാണ്.
കാരണം മറ്റാണുങ്ങളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മൂഡ് പോകുമത്രേ. അതുകൊണ്ട് നിനക്ക് ഒന്നും അറിയില്ല, ആണുങ്ങളെയും അറിയില്ല, ഇതൊന്നും നീ കണ്ടിട്ടും കേട്ടിട്ടുമില്ല എന്നുള്ള രീതിയിൽ നാണം അഭിനയിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ വല്യമ്മേ, എത്ര നാണം അഭിനയിച്ചെന്ന് പറഞ്ഞാലും അങ്ങർക്ക് മനസ്സിലാകില്ലേ? ഒരു പുരുഷൻ്റെ കൂടെ 3 വർഷം കഴിഞ്ഞവളല്ലേ ഞാൻ, അതും ഇതുപോലെ സംഭവിച്ചവൾ. അപ്പോൾ വല്യമ്മ പറഞ്ഞു, എടി അങ്ങേര് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കഥ മാത്രം പറഞ്ഞാൽ മതി, മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം ശ്രദ്ധിക്കില്ല. നീ ചെറുപ്പക്കാരെയല്ലേ, നിന്നെ കണ്ടാൽ 28 വയസ്സൊന്നും പറയില്ല, കണ്ടാൽ ഒരു 23 വയസ്സ്, അതിൽ കൂടുതൽ പറയില്ല മോളെ. കുറേ കഥകളൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോഴൊക്കെ ആണുങ്ങളെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പ്രേമമില്ല, വിവാഹിതയാകാൻ പറ്റിയില്ല, കാരണം സാമ്പത്തികമില്ല എന്നൊക്കെ നീ പറയണം, അല്ലാതെ വേറൊന്നും പാടില്ല. നീ തുറന്നിട്ട് നിന്റെ കഥകളൊന്നും പറയരുത്. പിന്നെ അടുത്ത് വരുമ്പോൾ കുറച്ച് പേടിയായിരിക്കണം. പുള്ളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വയ്യ, അറിയില്ല എന്നൊക്കെ പറയണം. പിന്നെ പുള്ളി ഒത്തിരി നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയാകാവൂ, അവസാനം മാത്രമേ ശരിയാക്കാവൂ. പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടല്ലേ മോളെ, ജോലിയല്ല എന്ത് വേണമെങ്കിലും തരും. പക്ഷേ ഒരിക്കൽ പോലും മറ്റു പുരുഷന്മാരെ അറിയാം അല്ലെങ്കിൽ നീ ഭയങ്കര രീതിയിൽ ആസ്വദിക്കുന്ന പോലെ ഒന്നും കാണിക്കരുത്. ഒന്നും അറിയില്ല, എല്ലാം ആദ്യമാണ് എന്നുള്ള രീതിയിൽ അയ്യോ പൊത്തോ എൻ്റെ സാറേ എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കണം. പ്രധാന രംഗമാകുമ്പോൾ നീ അലറുകയും കരയുകയൊക്കെ ചെയ്യണം. അതായത് എല്ലാം ആദ്യമാണ് നീ ഭാവിക്കണം. അതാണ് മെയിൻ ഹൈലൈറ്റ്. എന്തായാലും പുള്ളിക്കാരന് ആവേശം കൂടുമ്പോൾ നീയും ആവേശം മൂത്ത് എടുത്തു ചാടരുത്. പുള്ളി മധുരവചനങ്ങളൊക്കെ പറയും, അപ്പോൾ തിരിച്ച് അതേപോലെ ഒന്നും പറയാൻ നിൽക്കരുത്. ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല, ഇടയ്ക്കിടയ്ക്ക് എതിർക്കുകയും വേണം. അതാണ് പുള്ളിക്കാരന് ഇഷ്ടം. എന്താ വല്യമ്മ ഈ പറയുന്നതൊക്കെ? ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? പറ്റണം. ജീവിതം തന്നെ ഒരു അഭിനയമാണ്. പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഒരു സ്ത്രീ തയ്യാറായിരിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ നല്ലൊരു ജോലി കിട്ടുമല്ലോ എന്നോർത്ത് ഞാനും അംഗത്തിനൊരുങ്ങി മാഡം. ഒരു ഹോട്ടലിലായിരുന്നു എന്നെ വല്യമ്മ കൊണ്ടുവിട്ടത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എല്ലാവരും അറിയാവുന്ന നല്ല മുഖസൗന്ദര്യമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു നേതാവ് തന്നെയാണ് അങ്ങേരെ. എനിക്കും കണ്ടപ്പോൾ പണ്ട് ആഹാ കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. ആ മനുഷ്യൻ സദാചാരമൊക്കെ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആ മനുഷ്യനാണോ ഇങ്ങനൊരു ശീലമെന്ന് ഞാൻ ഓർത്തു. അടുത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും പുള്ളി കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. നിനക്കെന്താ ഇതുവരെ കല്യാണം നടക്കാഞ്ഞത്? സ്വത്തും പണവും സ്ഥലവും വീടും ഒന്നുമില്ല സാറേ, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അമ്മ മാത്രമേ കൂടെയുള്ളൂ എന്ന് പറഞ്ഞു. വല്യമ്മയായിട്ട് എനിക്കെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അവിടെ പറയില്ലെന്ന് പറഞ്ഞു. വല്യമ്മയ്ക്ക് അറിയാവുന്നൊരു പെൺകുട്ടിയാണ് ഞാൻ, അത്രേ ഉള്ളൂ മാഡം. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് കാര്യങ്ങളെപ്പറ്റി വല്ലതും അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ആൻറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു, അതല്ലാതെ വേറെ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. ആൻറ്റിയെന്ന് ഞാൻ വിളിച്ചത് എൻ്റെ വല്യമ്മ തന്നെയാണ്. ഇതെല്ലാം എൻ്റെ വല്യമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഞാൻ ഇത്തിരി റഫാണ് മോളെ, നിനക്ക് ചിലപ്പോൾ ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അതിന് ഉപകാരവും കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലിയാണ് ആവശ്യം, അത് സ്ഥിരമായി കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്നെ കയറ്റി വിടുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് പ്രശ്നമല്ല. ആദ്യമായി ഞാൻ നെൽക്കതിർ കാഴ്ചവെക്കുന്നത് പോലെ അങ്ങയുടെ മുന്നിൽ പൂത്തിറങ്ങി നിൽക്കാം എന്നുള്ള മട്ടിൽ ഞാൻ പറഞ്ഞു. അയാൾ മദ്യം വർദ്ധിച്ചു, മൂക്കുമുട്ട മദ്യം കുടിച്ചു. അത് കഴിഞ്ഞ ശേഷം എന്നോട് അടുത്ത് ചെന്നിരിക്കാൻ പറഞ്ഞു. അടുത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ പച്ചയ്ക്കൊരു തെറി വിളിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചുണ്ടുകൾ തലോടിക്കൊണ്ട് പറഞ്ഞു, നിന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന്. ആദ്യമായി എൻ്റെ കയ്യിൽ വന്നുപെട്ടത് നിന്റെ ഭാഗ്യമാണ്. ഞാൻ വഴി തുറന്നു കൊടുത്ത പെണ്ണുങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു മാഡം. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാവം മാറി. ഒരു വന്യമൃഗത്തെ പോലെയായിരുന്നു പുള്ളിയുടെ സ്വഭാവം. എൻ്റെ വസ്ത്രങ്ങളൊക്കെ ശിഥിലമാക്കിയ അയാൾ കടന്നു കയറ്റം തുടങ്ങി മാഡം. എനിക്ക് എൻ്റെ വല്യമ്മ പറഞ്ഞതാണ് ഓർമ്മ വന്നത്, എതിർക്കണം. ഞാൻ ഒന്നും അറിയാത്ത രീതിയിൽ എതിർത്തു. അയാൾ പക്ഷേ പറയുന്ന വാക്കുകൾ ഇവിടെ വർണ്ണിക്കാൻ പറ്റില്ല, അത്രയ്ക്കും നാറിയ കാര്യങ്ങളാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. എതിർപ്പുകൾ കൂടുന്തോറും അങ്ങേർക്ക് ആവേശം കൂടും. എന്നിട്ട് പച്ചയ്ക്കൊക്കെ ചോദിക്കും, നിനക്ക് തലയാട്ടാൻ അറിയാമോ, അതേപോലെ നിനക്ക് നടക്കാൻ അറിയാമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ അറിയില്ല എന്ന് പറയും. അറിയില്ലെങ്കിൽ നീ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ബലമായിട്ടാണ് മാഡം. പക്ഷേ നമ്മളിതൊക്കെ എത്ര കണ്ടതാണ്. എൻ്റെ ഭർത്താവ് സുന്ദരനായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അയാളോട് ആവേശവും ആഗ്രഹവും കൂടുതലായിരുന്നു. അയാൾ പറയാൻ തന്നെ പല കാര്യങ്ങളിലും ഞാൻ അഗ്രഗണ്യായിരുന്നു. മഞ്ചലിൽ കയറി ഊഞ്ഞാലാടാനും
തലയനക്കാനുമൊക്കെ ഞാൻ പണ്ടേ വിദഗ്ധയാണ്. ഇവിടെ പക്ഷേ എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞല്ലോ. അയാൾ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഞാൻ പെരുമാറിയത്. അതൊക്കെ പുള്ളിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് എൻ്റെ ചെവി പൊട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് പുള്ളി പറയുന്നതും. അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ദയനീയമായി നോക്കും. അതും പുള്ളിക്ക് ഇഷ്ടമായി. ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ രസമല്ലേ, പക്ഷേ ഒന്നും എനിക്കറിയില്ലല്ലോ, എല്ലാം ആദ്യമല്ലേ. ഭാഗ്യത്തിന് 28 വയസ്സ് പറയുകയില്ല. എൻ്റെ വല്യമ്മ പറഞ്ഞത് കറക്റ്റാണ്. അയാൾ പച്ചയ്ക്ക് വിശ്വസിച്ചു. അതുമാത്രമല്ല, ഞാനാണെങ്കിൽ പ്രധാന കാര്യം വന്നു കഴിഞ്ഞപ്പോഴേ അലറാനും തുടങ്ങി. അയ്യോ എനിക്കിത് വയ്യായി, എന്താ സാറേ ഇതെനിക്ക് പറ്റില്ല, സാറൊരു ഭീകരനാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ആവേഗം കൂടി. നിന്നെ ഇന്ന് ഞാൻ വെറുതെ വിടില്ലടി, നിന്നെ ഞാൻ മറുകര കാണിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങേരി മറുകര കാണിച്ചു. ഞാൻ എത്ര മറുകര കണ്ടവളാ എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ എൻ്റെ കഥാപാത്രത്തിന് നല്ല ശബ്ദം കൊടുത്തുകൊണ്ടിരുന്നു. അതങ്ങേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. അവസാനം അങ്ങേർക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായി. എനിക്കും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മാഡം. പിന്നീട് പുറത്ത് ടെക്സ്റ്റൈൽസിൽ നിന്ന് എൻ്റെ അളവിനനുസരിച്ചുള്ള ഡ്രസ്സ് വരുത്തി തന്നിട്ട് അതിട്ടിട്ടാണ് ഞാൻ പുറത്ത് വന്നത്. കാരണം ഞാൻ കൊണ്ടുപോയ ഡ്രസ്സ് ഉപയോഗയോഗ്യമല്ലായിരുന്നു. അങ്ങനെ ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും വെല്ലുമ്മയുടെ കയ്യിൽ അയാൾ കുറച്ച് പണം കൊടുത്തു. ഇവളും നീയും കൂടെ വീതിച്ചെടുത്തോളാൻ, അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഒരിടത്ത് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിന് ആപ്ലിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നാളെ തന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആളെ പോയി ഞങ്ങൾ കണ്ടു മാഡം, കൊടുത്തു. അവിടെ 1 മാസത്തിനുള്ളിൽ ജോലി കിട്ടുകയും ചെയ്തു. താൽക്കാലികമായിട്ടാണ് കയറിയത്. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ സ്ഥിരപ്പെടുകയും ചെയ്തു. എനിക്കിപ്പോൾ 32 വയസ്സുണ്ട് മാഡം. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ജോലി ചെയ്ത് ജീവിച്ചു. അലുകുലത്തുകൾക്കൊന്നും പോയില്ല. എന്നോട് വല്യമ്മ പോകണമെന്നും പറഞ്ഞില്ല. പിന്നെ നല്ല സാലറിയൊക്കെ ഉണ്ടായിരുന്നു. നേതാവിനെ പിന്നെ കാണാനുള്ള അവസരം വന്നില്ല. അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിൽ ബിസിയാകുകയും മറ്റ് സ്ഥാനമാനങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്തു. നല്ല സാലറി ഉണ്ടായിരുന്നതുകൊണ്ട് അലുകുലത്തിനൊന്നും ഇറങ്ങാൻ എൻ്റെ വല്യമ്മ എന്നോട് പറഞ്ഞതുമില്ല. പക്ഷെ വല്യമ്മ സജീവമായ കാര്യങ്ങൾ തുടരുകയും ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങളുടെ ജീവിതം ഒത്തിരി മാറി മാഡം. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയി. അവിടെ വെച്ച് വല്യമ്മയുടെ മകനെ ഞങ്ങൾ കണ്ടുമുട്ടി. അവിടുത്തെ കേറ്ററിംഗ് യൂണിറ്റുകാരുടെ വന്നതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചില്ല. അത് കഴിഞ്ഞ് വല്യമ്മ പറഞ്ഞു, ഇവളിപ്പോൾ എൻ്റെ കൂടെ വീട്ടിലുണ്ട് വർഷങ്ങളായിട്ട്. നിനക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ലല്ലോ, നിനക്ക് കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ മടിയാണെന്ന്. ഞാനിപ്പോൾ പുള്ളിയുടെ നമ്പരൊക്കെ വാങ്ങിച്ചു. പിന്നീട് ഫോണിൽ കൂടി സംസാരിച്ചു. പുള്ളി ഒറ്റയ്ക്ക് ഒരു ഹോസ്റ്റൽ പോലെ സ്ഥലത്താണ് താമസം. നല്ലൊരു മനുഷ്യനാണ്, കാണാൻ സൂപ്പർ സുന്ദരനാണ്, ഏത് പെണ്ണിനും ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു ആങ്ങള എനിക്കുണ്ട്. നല്ലൊരു പെണ്ണെ കല്യാണം കഴിച്ച് താമസിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഒരു പെങ്ങളെന്നുള്ള രീതിയിലാണ് ആദ്യം ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. പോരാ ചേട്ടാ, ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കരുത്, അമ്മയ്ക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇനി വാ നമുക്കൊന്ന് ജീവിക്കാം, എവിടെ നിന്ന് പോകാം എന്നൊക്കെ പറഞ്ഞു. ആദ്യമൊന്നും പുള്ളിക്കാരൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ഇവിടെ വരണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി നിർബന്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഇവിടെ വരാൻ തുടങ്ങി. വന്ന് ഇവിടെ സ്ഥിര താമസമാക്കി. വല്യമ്മയ്ക്ക് വളരെ സന്തോഷമായി. എൻ്റെ പൊന്നുമോളെ, നീ എങ്ങനെ സാധിച്ചെടുത്തെന്നറിയില്ല. സത്യം പറഞ്ഞാൽ നീ അവൻ്റെ പെങ്ങളാകേണ്ടതല്ല, ഭാര്യ ആകേണ്ടവളാണ്. എന്തായി പറഞ്ഞത്? എൻ്റെ അമ്മയുടെ ചേട്ടത്തിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങളയല്ലേ? അപ്പം വല്യമ്മ പറഞ്ഞു, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, എനിക്ക് തോന്നുന്നു അവന് ആര് പറഞ്ഞാലും കേൾക്കില്ല. നീ പറഞ്ഞപ്പോൾ മാത്രമാണ് കേട്ടത്. മോളെ, നീ അവനെ ഒന്ന് വലയിലാക്കണമെന്ന് വല്യമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വല്യമ്മ പറഞ്ഞു, ആ ഇതൊക്കെ ഇപ്പം ആരറിയാനാണ്, ഇവിടെ ഇപ്പോൾ മുറയും മൂപ്പും ഒന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അവനെ ഇവിടെ പിടിച്ചു നിർത്തണം. പെണ്ണുങ്ങളോടൊന്നും അവന് വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ജീവിതത്തോട് ആകെ വിരക്തിയാണ്. ചിലപ്പോൾ എൻ്റെ ജോലിക്ക് അറിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു വെറുപ്പില്ലേ, അത് സ്ത്രീകളോട് മുഴുവൻ അവന് കാണും. അതുകൊണ്ട് നീ അവനോട് അടുത്ത് പെരുമാറണം. എന്നെക്കൊണ്ടൊന്നും വയ്യാന്ന് പറഞ്ഞെങ്കിലും വല്യമ്മേനോട് പറഞ്ഞത്, നീ അവനോട് അടുത്തങ്ങ് പെരുമാറിയാൽ മതി, അവനെ തിരുത്തിയെടുക്കണം, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വന്നപ്പോൾ മുതൽ, അവിടെ സ്ഥിര താമസമാക്കിയപ്പോൾ മുതൽ ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. തുണിയൊക്കെ ഞാൻ നനച്ചു കൊടുക്കും. ഇനിയിപ്പോൾ അടിയുടുപ്പുകൾ വരെ നനച്ചതിനിടും. വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ പറയും എനിക്കതിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ ചെയ്യും. ഒരു ദിവസം പുള്ളി മനസ്സ് തുറന്നു. സ്വന്തം അമ്മ ഇങ്ങനെയൊക്കെയായിരുന്നു. അമ്മയെക്കുറിച്ച് നാട്ടുകാരെ പറഞ്ഞു കേട്ട് നാണക്കേടായി ഒളിച്ചോടിപ്പോയതാണ്. ചെന്നുപെട്ടത് ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിലാണ്. അങ്ങേർക്ക് കൊച്ചാണുങ്ങളോടും താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ചില രീതിയിലൊക്കെ
പ്രവർത്തന മണ്ഡലത്തിലേക്ക് ക്ഷണിച്ചു. അതൊന്നും ഇഷ്ടമില്ലാതെ കുറേ നാളോടെ പിടിച്ചു നിന്നു. പിന്നീട് അവിടെ നിന്നും പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കേറ്ററിംഗ് യൂണിറ്റിൽ വന്നത്. എങ്കിലും ചില സ്ത്രീകൾ കാണുമ്പോഴേ ശല്യം ചെയ്യാൻ വരികയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതുവരെ ഒരു സ്ത്രീകളോട് പ്രേമം തോന്നിട്ടില്ലേ, അവരുമായിട്ടൊന്നും അടുപ്പം ഉണ്ടായിട്ടില്ലേ എന്ന്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, പേടിയാണ് അത്തരം കാര്യങ്ങൾ, അതേപോലെ വെറുപ്പമാണെന്ന് പറഞ്ഞു. പിന്നെ ആദ്യത്തെ മുതലാളി ദുരുപയോഗം ചെയ്ത കഥകളും പറഞ്ഞു. അതും പുള്ളിക്കാരന് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം മനസ്സ് ശാന്തമായിരിക്കുകയാണ്. അവിടെയുമല്ല ഇവിടെയുമല്ല, എവിടേക്ക് ചായമെന്ന് അറിയില്ല. ഞാനിപ്പോൾ ചോദിച്ചു, ഇനി എന്താ പ്ലാന്, കല്യാണം കഴിക്കണ്ടേന്ന്. അപ്പോൾ പറഞ്ഞു ഒന്നും അറിയില്ലെന്നും. ഞാൻ അടുത്തേക്ക് ചേർന്നിട്ട് പറഞ്ഞു, എന്തായാലും ഇപ്പോൾ ഒന്നും തലപുണ്ണാക്കണ്ട, ഞാനുണ്ടല്ലോ. എൻ്റെ ജീവിതം ഒന്ന് പരാജയപ്പെട്ടാണെന്നറിയാമല്ലോ. ഞാൻ ഒരാളെ പ്രേമിച്ചു, അയാളെ വിശ്വസിച്ചിറങ്ങി വന്നു. പക്ഷേ ഇങ്ങനെയായി. എന്തൊക്കെ പറഞ്ഞാലും വല്യമ്മ ഉള്ളത് കൊണ്ടല്ലേ ഞാനിപ്പോൾ ജീവിക്കുന്നത്. വല്യമ്മ വഴിതെറ്റി നടക്കുകയായിരിക്കും, പക്ഷെ ഒരിക്കൽ പോലും വല്യമ്മ എന്നെ വഴിതെറ്റിപ്പിച്ചിട്ടില്ല. ഇവിടെ ഞാൻ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്, ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ചേട്ടൻ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഒറ്റ കരച്ചിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നെ ചേർത്ത് പിടിച്ചു. ആ സമയത്ത് ഞാൻ മാറിൽ ചേർന്ന് നിന്ന് അങ്ങ് കരഞ്ഞു. പുള്ളിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുവെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരനക്കവുമില്ല. അതുമാത്രമല്ല മാഡം, നനച്ചിട്ട വസ്ത്രങ്ങളിൽ പോലും ഒരു കറയോ ഒന്നുമില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ചോദിച്ചു, സെൽഫായിട്ട് ഒന്നുമില്ലേന്ന്. അതുമില്ലെന്ന് പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു നുള്ളു കൊടുത്തു. അങ്ങനെയാകരുത്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശില പോലെ ഉറച്ചു പോകും, മനസ്സ് വല്ലാതെ കലങ്ങിപ്പോയെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കലങ്കരുത്, അത് ശരിയാക്കണമെന്ന് പറഞ്ഞു. ഇനി ജീവിതത്തിലേക്ക് ഏത് പെണ്ണ് വരാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെയാകരുത് എന്ന് പറഞ്ഞു. കുറച്ചു നേരം നിശബ്ദമായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈകൾ നീളാൻ തുടങ്ങി. പുള്ളി എന്നെ വഴക്കു പറഞ്ഞു, കയ്യിലടിച്ചു, കൈ തട്ടി മാറ്റി. ഞാനിപ്പോൾ പറഞ്ഞു, എന്തായാലും ഇവിടെ ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന ആളെ ഉണർത്തിയെടുക്കണം, അതിൻ്റെ ധർമ്മമാണ്. ഒരിക്കലും അങ്ങനെ പാടില്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിയാകില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാം നനച്ചിടുന്ന പോലും ഞാനാണ്, അതുകൊണ്ട് തന്നെ എല്ലാം ടച്ച് ചെയ്യാനുമുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് മൽപ്പിടുത്തമായി. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സീക്രട്ട് ചികഞ്ഞു പോകേണ്ട കാര്യമില്ല. എനിക്കൊരു പുരുഷനെ ആവശ്യമുണ്ട്, അതേപോലെ നിങ്ങൾക്ക് മാറണം എന്ന് പറഞ്ഞു മാഡം. പുള്ളി അവസാനം തോളി സമ്മതിച്ചു. കാര്യം ഞാൻ ഒരു മിടുക്കിയായിരുന്നല്ലോ. എൻ്റെ ആദ്യത്തെ കാമുകൻ, അതായത് എൻ്റെ ആദ്യത്തെ ഭർത്താവിനെ വലയിലാക്കാനുള്ള എല്ലാ വിദ്യകളും സ്വയമേ സ്വായത്തമാക്കുള്ളതാണ് ഞാൻ. ഉറങ്ങിക്കിടക്കുന്ന ഏത് സ്മാരകശിലകളും ഉണർത്തിയെടുക്കാൻ ഞാൻ മിടുക്കിയാണെന്ന് എനിക്കറിയാം. പക്ഷേ വല്യമ്മയെ പോലാകാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അത്രയൊന്നും വേണ്ട. പിന്നെ നല്ലൊരു ജോലി അതും കിട്ടിയില്ല മാഡം. ഇനിയിപ്പോൾ ഒരു പുരുഷൻ അത് ആവശ്യമാണോയെന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ തന്നെയാണ് താമസം. എന്തോ എൻ്റെ മനസ്സ് മാറിപ്പോയിരുന്നു. സ്മാരകശില ഞാനൊന്ന് കുലുക്കി നോക്കി. കുലുങ്ങും, കുലുങ്ങിയാൽ അനങ്ങും, അനങ്ങിയാൽ ഉണരും. എൻ്റെ ആദ്യത്തെ ഉണർത്തുപാട്ടിൽ പ്രയോജനമുണ്ടായില്ലെങ്കിലും പക്ഷേ ഞാൻ ശീലുകൾ മൂളി മൂളി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉണർന്നു. ഒട്ടും പ്രതീക്ഷയില്ലാതെ ഉണരുണരൂ ഉണ്ണിപ്പൂവേ എന്ന് ഞാൻ മൂളി. പക്ഷേ ഉണർന്നത് ഉണ്ണിപ്പൂവല്ലായിരുന്നു. ദൈവമേ, ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഇത്രയും കാലം കാത്തിരുന്നത് സ്വന്തമായതുപോലെ തോന്നി മാഡം. പിന്നെ ഞാൻ മൂപ്പും മുറയും ഒന്നും ശ്രദ്ധിച്ചില്ല. ബന്ധങ്ങളുടെ തടസ്സവാദങ്ങൾ എനിക്കറിയണ്ട. എനിക്ക് കിട്ടിയത് മാണിക്യമാണ്, കളഞ്ഞു കിട്ടിയ മാണിക്യം. അത് ഞാൻ കൊടുക്കില്ല, അകത്തെടുത്ത് വയ്ക്കും, സൂക്ഷിച്ചു വയ്ക്കും എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവിടെ ചുറ്റിയടിച്ചും ചൂളമടിച്ചും പൊങ്ങിയും താഴ്ന്നും പറന്നു നടക്കുന്ന വെള്ളിലെ പക്ഷിയായി മാറി. അദ്ദേഹം ഫോമിലേക്ക് വന്നു. ഞാൻ കൂടുതൽ കൂടുതൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതായി ഭാവിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഒന്നുമില്ലായിരുന്ന മനുഷ്യനെ ഞാൻ 2-3 മണിക്കൂറുകൾ കൊണ്ട് എൻ്റെ വശത്താക്കിയെടുത്തു. പിന്നീട് പുള്ളി എൻ്റെ അടിമയായി. ഞാൻ വിളിച്ചാൽ ഓടി വരും. അങ്ങനെയായി. വല്യമ്മയും അത് കണ്ട് സന്തോഷിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, നമ്മൾ 3 പേരുള്ള വീട്ടിൽ ഇവിടെ എന്ത് നടന്നാലും ആരും ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വല്യമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ് മാഡം കഴിയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ മാഡം, എൻ്റെ ഈ ഹസ്ബൻഡ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വല്യമ്മയുടെ മകൻ, അയാൾ ഞാൻ പ്രതീക്ഷനേക്കാളൊക്കെ എനിക്ക് പൊരുത്തമുള്ളൊരാളാണ്. ഇയാളെക്കാൾ മെച്ചമായതൊന്നും എനിക്കിനി കിട്ടാനില്ല.
കാരണം അൾട്ടിമേറ്റായിട്ട് അയാൾ എനിക്ക് ചേർന്ന പുരുഷനാണ് മാഡം. അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാ കഴിവുകളുമുണ്ട്. ഞങ്ങൾ ശരിക്കും പൊരുത്തമുള്ളവരാണ്. മനപ്പൊരുത്തവും മറ്റെല്ലാ പൊരുത്തവുമുണ്ട്. ശരിക്കും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ സംതൃപ്തകരമായ ജീവിതമാണ് നയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ്. എനിക്ക് വല്ലാത്ത കൺഫ്യൂഷനാണ്. നിയമപരമായിട്ട് ഞങ്ങൾ വിവാഹിതരായിട്ടില്ല മാഡം. വല്യമ്മ പറഞ്ഞത് അതിനെയൊന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് വേറെ സിറ്റിയിലേക്ക് മാറാം. എന്നിട്ട് സുഖകരമായിട്ട് കഴിയാം. കുഞ്ഞുങ്ങളുണ്ടായി ഭാര്യ ഭർത്താക്കന്മാരെപ്പുറം നടക്കാം. അപ്പോൾ ആരും ഒന്നും അറിയുകയില്ല. അതിനിപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എനിക്ക് പക്ഷേ അങ്ങനെയല്ല. അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അറിയാം മാഡം. എങ്കിലും അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിനും എന്നിൽ നിന്ന് മാറാൻ പറ്റുകയില്ല. ഞങ്ങൾ തമ്മിൽ അത്രയും അടുത്തുപോയി. വല്യമ്മ പറഞ്ഞത് ഒരു പ്രശ്നമില്ലെന്നാണ്. പിന്നെ കുടുംബം ഒന്നായതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ മാഡം? രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിലുള്ളപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. എന്തായാലും എനിക്കാകെ ഇപ്പോൾ വല്ലാത്ത പ്രശ്നമാണ്. എങ്കിലും കുട്ടിയെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുകയില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ലിവിങ് ടുഗദറും ഓക്കെയാണ്. എന്നാലും രജിസ്റ്റർ ചെയ്യാൻ പോയാൽ നടക്കുമോ മാഡം? കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് അടുത്തുള്ളൊരു വക്കീലിനോടോ നിയമം അറിയാവുന്ന ഒരാളോടോ ചോദിക്കുക. ആങ്ങളുടെയും പെങ്ങളുടെയും മക്കൾ തമ്മിലാണെങ്കിൽ ഇവിടെ നടക്കും. അല്ലാതുള്ള കാര്യങ്ങൾ അടുത്ത ബന്ധുക്കളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മാരേജിന് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അത് നിയമം അറിയാവുന്ന ഒരാളോട് ചോദിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അറിയാത്ത കാര്യത്തിൽ എനിക്കൊരു ഉപദേശം തരാൻ പറ്റുകയില്ല. അതുമാത്രമല്ല, ഇങ്ങനൊരു ബന്ധത്തെ നമുക്ക് സദാചാരപരമായിട്ട് പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതേപോലെയുള്ള ധാരാളം ബന്ധങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ കത്തുകൾ വന്നിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുമുണ്ട്. അതൊക്കെ ഇവിടെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ലിവിങ് ടുഗദർ ആണോ അല്ലാതെ ജീവിക്കണോ രജിസ്റ്റർ ചെയ്യണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ കുട്ടിക്കാണെങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ മാനേജ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ സിംഗിൾ മദറായിട്ടൊക്കെ ജീവിച്ച് പോകാനും പറ്റുള്ളൂ. പക്ഷേ അത്തരം വിശദമായുള്ള കാര്യങ്ങൾ ഒരു വക്കീലിനോടോ മറ്റോ ചോദിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി നമുക്ക് സദാചാരപരമായിട്ട് അതിന് മറുപടി തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വിവാഹത്തിൽ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ആ ഫാമിലിയിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതലാണെന്നേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് നല്ല കുട്ടികൾ ജനിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ ഗർഭവും പ്രസവവും ഒരു റിസ്ക് ആണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ തലമുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് അത് പരിശോധിക്കാനുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാമെങ്കിലും റിസ്ക് ഫാക്ടർ കൂടുതലാണെന്നേ ഉള്ളൂ. അത് ഡോക്ടറുമായിട്ടും ഒക്കെ ചർച്ച ചെയ്ത് പരിശോധനകൾ ചെയ്ത് അത് ഓക്കെ ആണോ എന്ന് നോക്കി മുന്നോട്ട് പോയി നല്ലൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ പുരോഗമിച്ച സ്ഥിതിക്ക് ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ തന്നെ പരിശോധനകൾക്ക് വിധേയമായി മുന്നോട്ട് പോകുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും പറയുക. അതുകൊണ്ട് നിങ്ങളുടെ സീക്രസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് കൂടുതൽ ഇപ്പോൾ ഇതിൽ ഉപദേശം തരാൻ ഒന്നുമില്ല.